Academy, Mavelikara, with yet another session of vocabularies. So we will wait for 2 minutes so that our contestants, our students can join this live session, and it will be really beneficial for them. Okay, so today I have taken vocabulary related to environment. Already we have done one part. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാട്ടാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ പാട്ട് തന്നെ കുറേ വൊക്കാബുലറീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യൂസസും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് പാർട്ട് 2 ആണ് പോകുന്നത്. എന്ത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ ഡേറ്റിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ റിലേറ്റഡ് ഉള്ള പല കാര്യങ്ങളെപ്പറ്റി IELTS എക്സാമിനേഷനിൽ നോട്ട് ഓൺലി റൈറ്റിംഗ് ബട്ട് ആസ് വെൽ ആസ് ഇൻ സ്പീക്കിംഗ് രണ്ടിലും എടുത്ത് കാര്യങ്ങൾ പറയാറുണ്ട്, ചോദിക്കാറുമുണ്ട്. സോ നമുക്ക് രണ്ടിലും റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും എങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഒരു വൊക്കാബുലറി. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എൻഹാൻസ് യുവർ ലെക്സിക്കൽ റിസോഴ്സസ്. അത് ശരിക്കും നമുക്ക് പ്രയോജനപ്പെടുത്തി ടാസ്ക് 2ൽ നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് ബെനിഫിറ്റ് ആവും. അതിൽ നല്ല രീതിയിൽ നമുക്ക് ബാൻഡ് സ്കോർ കൂട്ടാനുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വേർഡ് ഇസ് ഗ്ലോബൽ വാർമിംഗ്. ശരിക്കും എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി റിലേറ്റ് ചെയ്യുന്നത് വാം-അപ്പ് ക്വസ്റ്റ്യനിൽ സ്പീക്കിങ്ങിൽ വരാറുണ്ട്. വി ക്യാൻ ഗീവ് എക്സ്പ്ലനേഷൻ എന്താണ് ഗ്ലോബൽ വാർമിംഗ്. ആക്ച്വലി എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ വേൾഡ് ടെമ്പറേച്ചർ കോസ്ഡ് ബൈ പൊല്യൂട്ടിംഗ് ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡയോക്സൈഡ് വിച്ച് ആർ കളക്റ്റിംഗ് ഇൻ ദ എയർ around the earth and preventing heat from escaping into space. So good morning Anisha, very good morning Akhila. നിങ്ങൾ ലൈവ് സെഷൻ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി റിയലി ബെനിഫിഷ്യൽ ഫോർ യു. ആൻഡ് നമ്മളിത് തുടങ്ങാൻ പോവുകയാണ്. ഗ്ലോബൽ വാർമിംഗ് ആണ് ആദ്യത്തെ വേർഡ് തന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ ഗ്ലോബൽ വാർമിംഗ് മീൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. ആൻഡ് ഇറ്റ് ഈസ് റിയലി causing a lot of hazards. നമുക്ക് തന്നെ അറിയാം, ക്ലൈമറ്റ് ചേഞ്ചസ് ആർ ഹാപ്പനിങ് nowadays. നല്ല രീതിയിലുള്ള ഹീറ്റ് വേവ്സ് ആസ് വെൽ ആസ് ഫ്ലഡ് നമുക്ക് പല രീതിയിലും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് ടു റിവേഴ്സ് ദ എഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, ബട്ട് വി മസ്റ്റ് ആക്ട് റൈറ്റ് നൗ. ഇപ്പോൾ തൊട്ട് നമ്മൾ തുടക്കം ഇട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന പല കാര്യങ്ങൾ, നോട്ട് ഓൺലി ക്ലൈമറ്റ് ചേഞ്ച്, പല ഡിസീസ് കണ്ടീഷനും ഒക്കെ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാവാറുണ്ട്. സോ അടുത്ത രണ്ട് വേർഡാണ് കണ്ടിരിക്കുന്നത്. എങ്ങനെ നമുക്കിത് ഓവർകം ചെയ്യാം, അതിനുവേണ്ടി ഒരു വേർഡ് അല്ലെങ്കിൽ നമുക്കൊരു ഫ്രേസ് പറയാൻ പറ്റും. ടു ഫൈറ്റ്, ടു കോംബാറ്റ്, ടു ടാക്കിൾ ഗ്ലോബൽ വാർമിംഗ്. എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം, അതിനു വേണ്ടിയുള്ള വാക്കുകളാണ് ടു ഫൈറ്റ്, ടു കോംബാറ്റ് ഓർ ടു ടാക്കിൾ എന്ന് യൂസ് ചെയ്യാം. So what is the meaning of that? Take action to reverse the effect or promote the issue of global warming. എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം, എങ്ങനെയൊക്കെ ഇതിനെ ഫൈറ്റ് ചെയ്യാം, എങ്ങനെ ഇത് മാറ്റിമറിക്കാം എന്നൊക്കെയുള്ളതാണ്. നെക്സ്റ്റ് വേർഡ് വന്നിരിക്കുന്നതാണ് കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ വാർമിംഗ്. ടു ആഡ് ടു ദ പ്രോബ്ലം ഓഫ് ഗ്ലോബൽ വാർമിംഗ്. കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്, എങ്ങനെയൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടു ഇൻക്രീസ് ദാറ്റ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഒരു വാക്കാണ് വന്നിരിക്കുന്നത്. കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ വാർമിംഗ്. ഐ ഹോപ്പ് ദീസ് vocabularies definitely help you not only in your speaking but as well in the writing session. അടുത്തതാണ് ദ എഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. the environmental changes caused by global warming such as climate change. മുമ്പേയും പറഞ്ഞ പോലെ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉണ്ടാവുന്ന കാരണം കൊണ്ടുണ്ടാവുന്ന എഫക്റ്റ് എന്ന് ഏതൊക്കെ മേഖലയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്.
So hundreds of people became seriously ill when poisonous chemicals from the nearby factory seeped into the water system. Seeped എന്ന് വെച്ചാൽ ഒരു വേർഡ് തന്നിട്ടുണ്ട്, seeped. ദാറ്റ് ഇറ്റ് മീൻ ഡ്രെയിൻഡ് എന്ന് പറയാം നമുക്ക്. അതിൻ്റെ മീനിങ് ആണ് അതിനകത്ത് പോയി വാട്ടർ സിസ്റ്റത്തിലോട്ട് ആഡ് ഓൺ ആയി അതുകൊണ്ടുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് പീപ്പിൾ കോസസ് എ ലോട്ട് ഓഫ് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ്. സോ ദ എഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്താണ് ഉണ്ടാവാനുള്ള ആഫ്റ്റർ എഫക്റ്റാണ് പറയുന്നത്. നെക്സ്റ്റ് വേർഡാണ് ടോക്സിക്, മീൻസ് പോയ്സണസ്. സോ ടോക്സിക് നമുക്ക് പോയ്സണസിന് വേണ്ടി സിനോണിമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ടോക്സിക്, പോയ്സണസ് എന്ന് പറയാം. So dumping of toxic waste in the ocean is totally unacceptable and must be stopped. നമുക്ക് എസ്സേയിൽ പല എസ്സേയിലും നമുക്ക് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ടോക്സിക് വേസ്റ്റിൻ്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ നമ്മൾക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു, അല്ലെങ്കിൽ നമുക്ക് ഓഷനിൽ എങ്ങനെയാണ് ആൾക്കാർ കെമിക്കൽ ഇട്ടിട്ട് നമുക്ക് ഓഷനൊക്കെ ഡാമേജ് ആവാൻ അല്ലെങ്കിൽ അതിന് പല ഹാബിറ്റൻസ് ഡൈ ഓഫ് ആവുന്നത് എന്നൊക്കെ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റീസൺ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ടോക്സിക് വേസ്റ്റ് അല്ലെങ്കിൽ ടോക്സിക് എന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്ന ത്രെറ്റ്. Something or someone that is a risk or a danger. So the greatest threat to the environment comes from action of human beings. So നമ്മൾ തന്നെയാണ് പല കാര്യങ്ങൾക്കും നമ്മുടെ എൻവയോൺമെൻറ്റ് ഹസാർഡ്സ് ഉണ്ടാക്കുന്ന റീസൺ തന്നെ ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് എന്ന് നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, ത്രെറ്റ്. How people or how human beings are causing a lot of damage to the environment. നമുക്കറിയാം ഇന്നത്തെ ഡേറ്റിൽ പ്ലാസ്റ്റിക് യൂസേജ് ഒത്തിരിയും കൂടിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെ അതിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. സോ ത്രെറ്റ് ഡെഫിനറ്റ്ലി ഹൗ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് ടു ദ എൻവയോൺമെൻറ്റ്. പല കാരണം കൊണ്ട് ഹ്യൂമൻ ഡീഫോറസ്റ്റേഷൻ, കട്ടിങ് ഓഫ് ട്രീസ്, അതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഫോറസ്റ്റേഷൻ നമുക്ക് ചെയ്യാനുള്ള അങ്ങനത്തെ ഒക്കെ എസ്സേസിൽ നമുക്ക് റൈറ്റിങ്ങിൽ വരാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ദീസ് വേർഡ് വിൽ എൻഹാൻസ് അവർ ബാൻഡ്. എങ്ങനെ നമുക്ക് ബാൻഡ് സ്കോർ ഫ്രം 6 to 7 ആക്കാം. ഈ വേർഡുകളൊക്കെ ഡെഫിനറ്റ്ലി റിയലി യൂസ്ഫുൾ ഫോർ യുവർ റൈറ്റിംഗ്. നെക്സ്റ്റാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ തന്നെ സ്ലൈഡിൽ നമുക്ക് കണ്ടായിരുന്നു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ക്ലൈമാറ്റിക് ചേഞ്ചസ് മാത്രമല്ല, മെൽറ്റിംഗ് ഓഫ് ഐസ്, സീ ലെവൽ കൂടുന്നു, അല്ലെങ്കിൽ നമുക്ക് വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ വേൾഡ് ലൈഫിനും ത്രെട്ടാണ്. സോ ദീസ് ആർ ദ ഫ്യൂ തിങ്സ്. ഡ്രോട്ട് ഉണ്ടാവുന്നു, ഫ്ലഡ് ഉണ്ടാവുന്നു, അതുമൊക്കെ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റീസൺ ആക്കാം. നമുക്ക് അന്നേരം യൂസ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് not only gases but how it is creating a lot of issues to the environment എന്ന് നമുക്ക് അവിടെ ഒരു റീസൺ കൊടുത്തുകൊണ്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ, അടുത്ത വേർഡ് വന്നിരിക്കുന്ന എൻഡേഞ്ചർ ആണ്. എൻഡേഞ്ചർ, ടു എക്സ്പോസ് സംതിങ് ടു ഹാം ഓർ ഡിസ്ട്രക്ഷൻ. എക്സ്പോസ് ടു സംതിങ് ടു ഹാം എന്ന് വെച്ചാൽ പല നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു ഓർഗനൈസ്ഡ് പോച്ചിങ് ഈസ് എൻഡേഞ്ചറിങ് ദ സർവൈവൽ ഓഫ് ആഫ്രിക്കൻ റൈനോ. സോ പോച്ചിങ് ഒരു വേർഡ് വന്നിരിക്കുന്നത് നമുക്ക് പോച്ചിങ് ആണ്. ക്വൈറ്റ് കോമൺ. പക്ഷേ പല സ്റ്റുഡൻസും അത് പോച്ചിങ് എന്താണ് മീനിങ് ഡൗട്ട്ഫുള്ളാണ്.
സോ ഇല്ലീഗൽ ഓഫ് ഹണ്ടിങ് ആണ് പോച്ചിങ്ങിൻ്റെ മീനിങ് തന്നിരിക്കുന്ന താഴെ. അത് പല രീതിയിലും പല ആനിമൽസിനും ഫോണയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂസാണ്. സോ എങ്ങനെ നമുക്കതൊക്കെ അവോയ്ഡ് ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് പോച്ചിങ് എങ്ങനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാം ബൈ ദ എഫേർട്ട് ഓഫ് ഗവൺമെൻറ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗവൺമെൻറ് ആസ് വെൽ ആസ് പീപ്പിൾ എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഹൗ വി ക്യാൻ ഓവർകം ഫ്രം എൻവയോൺമെൻറ്റ് ഹെൽത്ത് അല്ലെങ്കിൽ ഹാബിറ്റ് ആൻഡ് വൈൽഡ് ലൈഫിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കും, ഹൗ വി ക്യാൻ കൺസേർവ് ദ വൈൽഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പം പോച്ചിങ് ഓൾസോ ഈസ് വൺ ഓഫ് ദ കോസ് ടു ഡാമേജ് ദ വൈൽഡ് ലൈഫ്. അതൊക്കെ നമുക്ക് പോച്ചിങ് ത്രൂ ഇല്ലീഗൽ പോച്ചിങ് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദ എൻവയോൺമെൻറ്റ്, ടു സേവ് ദ എൻവയോൺമെൻറ്റ്. സോ പോച്ചിങ് അടുത്ത വേർഡ് തന്നിട്ടുണ്ട്, ദ ഇല്ലീഗൽ ഹണ്ടിങ് ഓർ ക്യാപ്ചറിങ് ഓഫ് വൈൽഡ് ആനിമൽസ്. സോ ദീസ് ആർ ദ ഫ്യൂ മെത്തേഡ് നമുക്ക് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്മ്യൂണിറ്റി, വിത്ത് ദ ഹെൽപ്പ് ഓഫ് NGOs നമുക്ക് പോച്ചിങ് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. പല എൻഡേഞ്ചേർഡ് സ്പീസീസിനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഈവൻ ഇൻ ദ സ്പീക്കിങ്ങിൽ നമുക്ക് യൂസ്ഫുള്ളായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അതർവൈസ് ഓൾസോ ഇൻ റൈറ്റിംഗ്. അടുത്ത ഒരു വന്നിരിക്കുന്ന എലിഫൻറ്റ്സ് വാല്യുബിൾ ടസ്ക് മേക്ക് ദം എ ടാർഗറ്റ് ഫോർ പോച്ചിങ്. സോ എന്ത് കാരണം കൊണ്ടാണ് പോച്ചിങ് നടത്തുന്നത് എന്നൊക്കെ പല ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്കറിയാം ഭയങ്കര വാല്യുബിളാണ് എലിഫൻറ്റ് ടസ്ക്, ഇറ്റ് കോസ്റ്റ് ഇൻ മില്യൺസ്. അതൊക്കെ നമ്മൾ എലിഫൻറ്റിനെ അതിനെ കൊന്നിട്ടാണ് ഇത് എലിഫൻ്റ് ടസ്കൊക്കെ എടുക്കുന്നത്. സോ ടു അവോയ്ഡ് സച്ച് കൈൻഡ് ഓഫ് തിങ് നമുക്ക് പോച്ചിങ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് എഴുതി വി ക്യാൻ റൈറ്റ് ഇൻ ദിസ് ആസ് എ എക്സാമ്പിൾ. എലിഫൻ്റ് ഒക്കെ കാര്യം നമുക്ക് അവിടെ ഒരു മെൻഷൻ ചെയ്യാൻ പറ്റും. സോ പോച്ചിങ് ഒരു വേർഡായിരുന്നു, ഇല്ലീഗൽ hunting or capturing of wild animals. നെക്സ്റ്റ് വേർഡ് വന്നിരിക്കുന്നത് drought ആണ്. A long period when there is little or no rain. So drought നമുക്ക് ഏത് റീസണും ഉണ്ടാവുന്ന ക്ലൈമറ്റിക് ചേഞ്ചസും കൊണ്ടുണ്ടാവുന്ന ഹീറ്റ് വേവ്സ് ഉണ്ടാവുന്നു, അതിൻ്റെ കാരണം കൊണ്ടൊക്കെ ഡ്രോട്ട് ഉണ്ടാവുന്നു. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുമുണ്ട്. ദ സിവിയർ ഡ്രോട്ട് മീൻ ദാറ്റ് ദ ക്രോപ്സ് ഫെയിൽഡ് ഫോർ ദ സെക്കൻഡ് ഇയർ റണ്ണിങ് ആൻഡ് മെനി പീപ്പിൾ ഫേസ്ഡ് സ്റ്റാർവേഷൻ. സോ ഡ്രോട്ടിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാകുന്ന ഒരു ഫെയിലിയർ. സോ അവിടെ നമുക്ക് റീസൺ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതാൻ പറ്റും വിത്ത് എക്സാമ്പിൾ. So the severe drought mean that the crops failed for the second year. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ വർഷവും ഡ്രോട്ട് ഉണ്ടാവുന്നു ആൻഡ് ദ ക്രോപ്സ് ഹാവ് ബീൻ ഫെയിൽഡ്. ബിക്കോസ് ഓഫ് ദാറ്റ് പീപ്പിൾ ഗോസ് വിത്ത് സ്റ്റാർവേഷൻ ഓൾസോ. ഡ്രോട്ടിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു വാക്കും കൂടെയാണ് ഫ്ലഡിങ്. സോ ഫ്ലഡ് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് സോ അത് നമുക്ക് ഒരു ആസ് എ കേരളീയർ നമ്മൾ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 2018 we have faced severe flood when it was extreme. So when an area of land that is normally dry is covered with water. So സ്ഥലം ഇപ്പം കാലവർഷം തുടങ്ങിയില്ല, അതിനു മുമ്പേ തന്നെ നല്ല രീതിയിൽ നമ്മൾ നല്ല ഹെവി റെയിൻഫോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു കുറേ ഫ്രം പാസ്റ്റ് 1 week. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്, വി ഹാവ് ബീൻ ടോൾഡ് ടു എക്സ്പെക്ട് മോർ വയലൻറ്റ് സ്റ്റോംസ് ആൻഡ് ഫ്രീക്വൻറ്റ് ഫ്ലഡിങ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. സോ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്ന കാരണം കൊണ്ട് ഡ്രോട്ട് ഉണ്ടാവാം, ഫ്ലഡ് ഉണ്ടാകാം. സോ ദീസ് ആർ ദ ഫ്യൂ റീസൺസ് ബിക്കോസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് നമ്മൾ ആസ് എ ഹ്യൂമൻ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. സോ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സ്ലൈഡിനകത്ത് എൻഡേഞ്ചേർഡ്, പോച്ചിങ്, ഡ്രോട്ട്, ഫ്ലഡിങ് ഈ 4 വാക്കാണ് കണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ എസ്സേസിൽ പലയിടത്തും
ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. സോ നമുക്കറിയാം വാക്കുകൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ആസ് യൂഷ്വൽ കാണുന്നതൊക്കെ നമുക്ക് വലിയ എഫക്റ്റീവ് ആകത്തില്ല. ഇഫ് യു യൂസ് സംതിങ് എൽസ്, അതിന് പകരം നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി റിയലി എ ഗുഡ് സ്കോർ ഗിവർ ഫോർ അസ്. അടുത്തതായിട്ട് സോ എൻവയോൺമെൻറ്റ് വൊക്കാബുലറി, പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. ചില വാക്കുകൾ that is being used to protect the environment. So to protect എന്ന് വെച്ചാൽ keep safe from harm, injury or damage. Many charities have been set up around the world for the purpose of protecting endangered species. സോ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഡോഡോ വിച്ച് ഹാസ് ബീൻ എക്സ്റ്റിങ്ക്റ്റ്. അതിലല്ലാതെ തന്നെ നമ്മുടെ റൈനോ ഇന്ത്യയിൽ തന്നെ ഇപ്പം എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ടു സേവ് ദം മെനി ചാരിറ്റബിൾ സൊസൈറ്റി കെയിം ഫോർവേഡ്, മുന്നോട്ട് വന്നിട്ടുണ്ട് ടു സേവ് എൻഡേഞ്ചേർഡ് സ്പീസീസ് ഫ്രം ദ വേൾഡ്. പല രീതിയിലും നമുക്ക് അവരെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട് പല ഓർഗനൈസേഷനും. ടു പ്രിസേർവ്, ടു കീപ് സംതിങ് ആസ് ഇറ്റ് ഈസ്. ടു പ്രിസേർവ് ഒരു വേർഡാണ് വന്നിരിക്കുന്നത്, പ്രിസേർവ് എന്ന്. ടു കീപ് സംതിങ് ആസ് ഇറ്റ് ഈസ്. കൺസർവേഷനും പ്രിസർവേഷനും ഡിഫറെൻ്റാണ്. പ്രിസർവ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് അത് അതേപോലെ തന്നെ കീപ്പ് ഓൺ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 200 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ ഫോറസ്റ്റിലുണ്ട്. അതിനെ വെട്ടാതെ അല്ലെങ്കിൽ അതിനെ ഒന്നും ചെയ്യാതെ തന്നെ അതേപോലെ തന്നെ സംരക്ഷിക്കുക എന്നാണ് ടു കീപ് സംതിങ് ആസ് ഇറ്റ് ഈസ്. അതുപോലെ തന്നെ കീപ്പ് ഓൺ ചെയ്യുക. സോ ആൾക്കാർ അതിനെ ഒന്നും കട്ട് ചെയ്യാതെ തന്നെ കീപ്പ് ഇറ്റ് സേഫ്ലി. So if we don't take steps to preserve the environment, we will lose some important natural habitats in the very near future. എന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേ കാലം കൊണ്ട് നമുക്കറിയാം ആൾക്കാർ for their personal uses, for woods and furnitures ബ്ലൈൻഡായിട്ട് തന്നെ വുഡ് കട്ടിങ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കണം. സോ ദാറ്റ് അതിൽ ജീവിക്കുന്ന പല ഹാബിറ്റാറ്റ്സും സർവൈവ് ചെയ്യാൻ വേണ്ടി പല രീതിയിലും ദേ ആർ റിയലി ബെനിഫിഷ്യൽ ഫോർ ദ ഹ്യൂമൻ സർവൈവൽ. അത് നമുക്കറിയാം ഡീഫോറസ്റ്റേഷൻ്റെ കാരണം കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലും ക്ലൈമാറ്റിക് ചേഞ്ചസ് വരുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് ആസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വി ആർ ഹാവിങ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്, വി ആർ ഫേസിങ് ദാറ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സോ വി ഹാവ് ടു പ്രിസേർവ് അവർ എൻവയോൺമെൻറ്റ് ആസ് ഇറ്റ് ഈസ്. നമ്മൾ അതിനെ ഒന്നും വലിയ രീതിയിൽ കോട്ടം വരാതിരിക്കാൻ വേണ്ടി നോക്കേണ്ട ആവശ്യം നമ്മുടേത് തന്നെയാണ്. സോ ദാറ്റ് അവർ ഫ്യൂച്ചർ ജനറേഷൻ ഓൾസോ ക്യാൻ ഇൻഹെറിറ്റ് ദാറ്റ് ആൻഡ് ദേ ക്യാൻ സീ ദാറ്റ് അവർക്കും അതിൻ്റേതായ യൂസ് ഉണ്ടാവണം. So we don't if we are not taking any step to preserve the environment, definitely we will lose some important natural habitats in the near future. So it is really very important to preserve our environment. Next word വന്നിരിക്കുന്നത് wildlife preservation. So the practice of protecting wild plant and animal species and their habitats. നാച്ചുറലായിട്ടിരിക്കുന്ന ഓരോ ഫോറസ്റ്റ് നമ്മൾ അതിനെ ഒന്നും കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ ഒന്നും അതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ. നമ്മളവിടെ ഫ്ലോറ ആൻഡ് ഫോണ അതേപോലെ തന്നെ സംരക്ഷിക്കുക, അതിനെ സൂക്ഷിക്കുക. അതിനാണ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ പറയുന്നത്. ദ പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് വൈൽഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീസീസ് ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്. സോ വി ഹാവ് ടു കീപ്പ് ഇറ്റ് സേഫ് ഫോർ അവർ വെൽബീങ്. നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ഈസ് വെരി നെസസറി. അടുത്ത വന്നിരിക്കുന്ന ടു റീസൈക്കിൾ. അടുത്ത വേർഡാണ് ടു റീസൈക്കിൾ.
നമുക്ക് സ്പീക്കിംഗ് സെഷനിൽ സ്പീക്കിംഗ് സെഷനിൽ വാമപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട് റിലേറ്റഡ് ടു റീസൈക്ലിംഗ്. നമ്മൾ റീസൈക്കിൾ ചെയ്ത് പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, ഓർ വെദർ ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ ഓർ നോട്ട്, വെദർ ഇറ്റ് ഈസ് നെസസറി ഓർ നോട്ട് എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ ഉണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾ എന്തെങ്കിലും റീസൈക്കിൾ ചെയ്യുന്നുണ്ടോ, റീസൈക്കിൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെയൊക്കെ നമ്മളോട് തന്നെ സ്പീക്കിങ്ങിൽ സെഷൻസ് പോയിട്ടുണ്ട്, വാമപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഹിയർ വാട്ട് ഡു യു മീൻ ബൈ to recycle? To collect waste material and process them to create new materials and product that can be used again. So അതിൻ്റെ അർത്ഥം എന്തുവാണ്, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞു, അടുത്തതായിട്ട് വേറെ ഒരു ഇന്നോവേറ്റീവ് രീതിയിൽ തന്നെ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുക, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ. നമുക്കറിയാം ഇന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത സമയം കൊണ്ട് റോഡ് ടാറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് plastic waste. So we can give example definitely in nowadays the plastic have been reused for tarring the roads. It is really helpful because namakkariyam പ്ലാസ്റ്റിക് ബയോഡിഗ്രേഡബിൾ അല്ല, അത് നമുക്ക് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഇന്നോവേറ്റീവ് രീതിയിൽ തന്നെ ഉപയോഗിക്കാം. So we can dramatically reduce the amount of rubbish we send to landfill sites by recycling our waste plastics. So ഒരു എക്സാമ്പിൾ തന്നെ തന്നിട്ടുണ്ട്, നമുക്ക് ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. We can dramatically reduce the amount of rubbish we send to landfill sites by recycling our waste plastics. ഇത് നമുക്ക് നമ്മുടെ റൈറ്റിംഗ് സെഷനിൽ എസ്സേയിൽ ഉപയോഗിക്കാനുള്ള കാര്യമേ ഉള്ളൂ. ഇറ്റ് വിൽ ബി റിയലി നമുക്ക് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ എക്സാമ്പിൾ നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബാൻഡ് സ്കോർ കൂട്ടാൻ പറ്റും. സോ അടുത്ത വേർഡാണ് വന്നിരിക്കുന്ന ബയോഡിഗ്രേഡബിൾ. So what actually it means? Able to decompose naturally without harming or polluting the environments. So biodegradable എന്ന് വെച്ചാൽ നമുക്ക് തന്നെ മണ്ണിനകത്ത് അലിഞ്ഞോളും. So able to decompose naturally without harming or polluting the environment. So non biodegradable ആണ് നമ്മുടെ പ്ലാസ്റ്റിക്. സോ അത് നമ്മൾ എങ്ങനെ റീയൂസ് ചെയ്യണം, റീസൈക്കിൾ ചെയ്യണമെന്ന് മുമ്പത്തെ കാര്യത്തിൽ നമ്മൾ കണ്ടു. നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് ബയോഡിഗ്രേഡബിൾ ആണ്. സോ വാട്ട് ആർ ദ വേസ്റ്റസ് ദാറ്റ് നമുക്ക് ബയോഡിഗ്രേഡബിൾ ആണ് എന്ന് നമുക്ക് അറിയാം. ഓൾവേസ് ട്രൈ ടു ബൈ പ്രോഡക്ട്സ് വിത്ത് ബയോഡിഗ്രേഡബിൾ പാക്കിംഗ്. സോ നമുക്കറിയാം ഇന്നത്തെ ഡേറ്റിൽ പ്ലാസ്റ്റിക് കിറ്റ്സിന് പകരം നമുക്ക് പേപ്പർ ബാഗ്സ്, അതർവൈസ് ജൂട്ട് ബാഗ്സ് ആർ ക്വൈറ്റ് കോമൺ. നമുക്കത് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വരുന്നുമുണ്ട്. ആൻഡ് പീപ്പിൾ ആർ വെരി മച്ച് അവെയർ ടു യൂസ് ദാറ്റ്, കോൺഷ്യസ് ആയിട്ട് അതിനെ യൂസ് ചെയ്യുന്നുമുണ്ട്. നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് കാർബൺ ന്യൂട്രൽ റീപ്ലേസിങ്. Okay, the same amount of carbon dioxide as we produce through actions such as planting trees. So നമുക്കറിയാം ഇന്നത്തെ ഡീഫോറസ്റ്റേഷൻ്റെ കാരണം കൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഫ്യൂൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വെഹിക്കിൾസിൻ്റെ കാരണം കൊണ്ടൊക്കെ a lot of things are happening. So to overcome from this we can plant more trees. Next, becoming carbon neutral is something for both individual and industries to work towards. So we have to avoid such kind of activity. നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഹെസേർട്സ് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്ന സസ്റ്റൈനബിൾ. Very important, involving method that do not use up or destroy natural resource. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ can be involving method to do use. നമ്മൾ the way of using all the material. So for example, നമുക്ക് എന്ത് ആവശ്യമുണ്ട് അത് മാത്രം എടുക്കുക, not more than that to consume.
നമുക്കറിയാം പല രാജ്യങ്ങളിലും ഫോസിൽ ഫ്യൂൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ ദ സർവൈവൽ നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് അതിനെ ഡിസ്ട്രോയ് ചെയ്യാതെ തന്നെ നീഡ് അനുസരിച്ച് മാത്രം ഉപയോഗം നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ വിത്ത് അഡ്വാൻസ് ഇൻ ടെക്നോളജി ഇറ്റ് ഈസ് ഹോപ്പ് ദാറ്റ് വി വിൽ ഇവൻച്വലി ബി ഏബിൾ ടു റിപ്ലേസ് ഫോസിൽ ഫ്യൂൽസ് വിത്ത് സസ്റ്റൈനബിൾ എനർജി റിസോഴ്സസ്. സോ എ ലോട്ട് ഓഫ് എനർജി റിസോഴ്സസ് ആർ കമ്മിങ് ഔട്ട്. നമുക്കറിയാം വിൻഡ് എനർജി, അതല്ലാതെ സൺ ആസ് വൺ ഓഫ് ദ റിസോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്, സോളർ പവറൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ. ദീസ് ആർ ദ ഫ്യൂ മെത്തേഡ് we can replace the fossil fuels with. So അതിനൊരു തന്നിരിക്കുന്ന സസ്റ്റൈനബിലിറ്റി, ദ ഐഡിയ ദാറ്റ് വി ഷുഡ് മീറ്റ് അവർ ഓൺ നീഡ്സ് ഇൻ എ വേ ദാറ്റ് ഡു നോട്ട് ഡാമേജ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ദാറ്റ് ഡു നോട്ട് യൂസ് റിസോഴ്സ് ദാറ്റ് ക്യാൻ നോട്ട് ബി റീപ്ലേസ്. സോ വി മസ്റ്റ് ലിമിറ്റ് അവർ റിസോഴ്സസ്. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, നോട്ട് മോർ ദാൻ ദാറ്റ്. അത് ഇപ്പം നമുക്കറിയാം ഫോസിൽ ഫ്യൂൾസൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഇറ്റ് ടേക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. അതൊക്കെ അതേപോലെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അനദർ മില്യൺ ഓഫ് ഇയർ ടു മേക്ക് ദാറ്റ് തിങ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഓർ ഇൻ ദ നേച്ചർ. സോ അതൊക്കെ നമുക്ക് ആവശ്യം അനുസരിച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. So it is really necessary to use the thing in a sustainable manner. So it is encouraging to see an increasing number of companies making a commitment to environment sustainability. So many of the big companies are taking oath not to use the resource in a very large scale. അതിന് ആവശ്യമുള്ള അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക എന്നാണ് രീതിയിൽ പോകുന്നത്. So I hope these are the few words that will be really beneficial. You can use in many ways. And from the beginning, we will start once again. Global warming ആയിരുന്നു ആദ്യത്തെ വേർഡ് ഉപയോഗിച്ചത്. നെക്സ്റ്റ് ആയിരുന്നു ടു ഫൈറ്റ് ഓർ ടു combat, ടു ടാക്കിൾ, ഹൗ ടു ഓവർകം ഇറ്റ്, അതാണ് അടുത്ത ഒരു കാര്യം പറഞ്ഞത്. നെക്സ്റ്റ് ആയിരുന്നു contribute to global warming. What are the few ways how we can contribute to our എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും to add to the problem of global warming. These are the few factors that really contribute to global warming എന്ന് നമുക്ക് പറയാം. What are the causes? ഈ കുറേ കാര്യങ്ങളുണ്ട്. Vehicles നമുക്ക് one of the day contribute a lot of to increase the global warming എന്നൊക്കെ നമുക്ക് പറയാം. അടുത്ത വന്നിരിക്കുന്ന the effects of global warming ആയിരുന്നു. So the environment changes caused by global warming such as climatic change, already ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Melting of ice, level of sea കൂടുവാണ്, increase ചെയ്യുവാണ്. These are the few things that because of global warming we are facing. അടുത്ത വേർഡ് ആയിരുന്നു വന്നിരിക്കുന്ന ടോക്സിക്, പോയ്സണസ് എന്ന വേർഡ് ആയിരുന്നു യൂസ്. വി ക്യാൻ റീപ്ലേസ് ദാറ്റ് വേർഡ്. നെക്സ്റ്റ് ആണ് ത്രെറ്റ് വന്നിരിക്കുന്നത്. അനദർ വൺ എൻഡേഞ്ചർ, poaching, drought, flooding. പിന്നെ ചില വാക്കുകൾ വന്നിട്ട് റിലേറ്റഡ് ടു പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, ടു പ്രിസർവ്, വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ, ടു റീസൈക്കിൾ. ഈ 3 വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. ആൻഡ് അതർവൈസ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വിതൗട്ട് ഹാമിങ് ദ എൻവയോൺമെൻറ്റ് വി ക്യാൻ ഡികമ്പോസ് ദ തിങ്സ്, ബിക്കമിങ് കാർബൺ. അടുത്തതാണ് സസ്റ്റൈനബിൾ. സോ വി ഹാവ് ടു യൂസ് ദ റിസോഴ്സസ് ഇൻ എ വെരി ലിമിറ്റഡ് മാനർ സോ ദാറ്റ് വി ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ ഓൾസോ. അടുത്താണ് റിന്യൂവബിൾ ആൻഡ് സസ്റ്റൈനബിലിറ്റി പറഞ്ഞു കഴിഞ്ഞു. റിന്യൂവബിൾ എനർജി ഫ്രോം എ സോഴ്സ് ദാറ്റ് ഈസ് നോട്ട് ഡിപ്ലീറ്റഡ് വെൻ യൂസ്. എക്സോസ്റ്റ്, ഡിപ്ലീറ്റ് എന്ന വേർഡ് വന്നിരിക്കുന്നത് മീൻസ് എക്സോസ്റ്റ് എന്ന് എക്സോസ്റ്റാണ്. സോ റിന്യൂവബിൾ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും, രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റും. Where I live, both solar power and wind power are important source of renewable energy. So this is one of the example that has been given. Both solar power and wind power, ഈ 2 റിസോഴ്സസ് സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് സോളാർ പവർ എന്ന് തന്നിരിക്കുന്നത് 1 വേർഡ്.
power obtained by harnessing the energy of the sun rays. So using the sun rays നമുക്ക് പല കാര്യങ്ങളും ഇന്നിപ്പം നമുക്കറിയാം സോളർ സിസ്റ്റം അല്ല സോളർ പവർ ജനറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പല ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഡൊമസ്റ്റിക് അപ്ലയൻസസ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. So one example is given. Hussain fitted solar panels to his roof last year and is now able to produce all the energy he needs to run his home from solar power. So solar power ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരവരുടെ വീട്ടിലെ പല കാര്യങ്ങളും പ്രയോജനപ്പെടുത്തണം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദേ ഹാവ് യൂസിങ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോളർ എനർജി. So like light, fan, electric oven, all these few of the home appliances they are using, or they with the help of solar energy they are using it. So I hope ഈ ഒരു വൊക്കാബുലറി നിങ്ങൾക്ക് സ്പീക്കിങ്ങിനും IELTS സ്പീക്കിങ്ങിനും അതല്ലാതെ തന്നെ റൈറ്റിങ്ങിനും പ്രയോജനപ്പെടുന്നതായിരിക്കും. സോ ദാറ്റ് യു ക്യാൻ ഇൻക്രീസ് ദ ബാൻഡ് സ്കോർ ഓഫ് യോഴ്സ് ഫ്രം 6 to 7+ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. So I hope it is very beneficial and it is a really valuable information for you. Thank you very much. See you next week.